സോളാർ തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്കെതിരെ ഡിജിറ്റൽ തെളിവുണ്ടെന്ന് സരിത എസ് നായർ. മല്ലേലി ശ്രീധരൻ നായരുമായുള്ള കൂടിക്കാഴ്ചയുടെ ദൃശ്യം കൈവശമുണ്ട്. സ്വന്തമായി സോളാർ ബിസിനസ് തുടങ്ങാൻ മുഖ്യമന്ത്രി തന്നെയാണ് ടീം സോളാറിനെ പ്രതിസന്ധിയിലാക്കിയത്. തന്റെ വാട്സാപ്പ് ദൃശ്യങ്ങൾ പുറത്തുവിട്ടതിന് പിന്നിൽ ചില കോൺഗ്രസ് നേതാക്കളുണ്ടെന്നും സരിത റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. സോളാർ തട്ടിപ്പിൽ മുഖ്യമന്ത്രിക്കെതിരായ നിർണായക വെളിപ്പെടുത്തലുകളാണ് സരിത എസ് നായർ റിപ്പോർട്ടറിന്റെ ക്ലോസ് എൻകൗണ്ടറിൽ നടത്തിയത്. മല്ലേലി ശ്രീധരൻ നായർ തനിക്കൊപ്പം മുഖ്യമന്ത്രിയെ കണ്ടതിനും സംസാരിച്ചതിനും ഡിജിറ്റൽ തെളിവുണ്ട്. അത് കമ്മീഷന് കൈമാറും. സരിതയും മല്ലേലി ശ്രീധരൻ നായരും മുഖ്യമന്ത്രിയും നിൽക്കുന്ന ഫോട്ടോ ഹാജരാക്കാൻ സരിത തയ്യാറാണ്. മുഖ്യമന്ത്രിയും നിൽക്കുന്നത് മാത്രമല്ല, വിഷ്വൽ നമുക്ക് വീഡിയോ രീതിയിൽ തന്നെ അദ്ദേഹം സംസാരിക്കുന്ന, ഓഫർ കൊടുക്കുന്ന ഒരു ഡിജിറ്റൽ എവിഡൻസ് വീഡിയോ തന്നെയുണ്ട്. ടീം സോളാറിനെ പ്രതിസന്ധിയിലാക്കിയതിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ട്. സോളാർ ബിസിനസിന്റെ ലാഭസാധ്യത ബോധ്യപ്പെട്ട സ്വന്തം നിലയിൽ കമ്പനി തുടങ്ങാൻ ഉമ്മൻചാണ്ടി ശ്രമിച്ചു. അതുകൊണ്ട് നൽകിയ പല വാഗ്ദാനങ്ങളും പാലിക്കാൻ ഉമ്മൻചാണ്ടി തയ്യാറായില്ല. ഈ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ടെന്ന് തന്നെയാണ് ധരിപ്പിച്ചുകൊണ്ടിരുന്നത്. അണ്ടിൽ കേസ് വന്ന് ജയിലിലാകുന്ന സമയം വരെയും ഇത് നടന്നു പോകുന്നുണ്ട്, പെട്ടെന്ന് നടക്കും, ഇതിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു അഷുറൻസ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന്, പ്രതീക്ഷ. ഉപഭോക്താക്കളിൽ നിന്ന് പിരിച്ച പണത്തിൽ ഒരു ഭാഗമാണ് മുഖ്യമന്ത്രിക്ക് കൈമാറിയത്. മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടവരെ ഉൾപ്പെടുത്തി ഒരു സംയോജിത കമ്പനി തുടങ്ങാൻ പോലും ആലോചന നടന്നിരുന്നു. സ്വന്തമായി വരെ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാം എന്നുള്ള ഒരു ആലോചന വരെ എത്തി നിന്നു കാര്യങ്ങൾ. അങ്ങനെ ഈ ഉമ്മൻചാണ്ടി സാർ ഉൾപ്പെടുന്ന ഒന്ന് രണ്ട് പേർക്ക് വാട്സാപ്പ് ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നിൽ തന്റെ വിശ്വാസ്യത തകർക്കാനുള്ള നീക്കമായിരുന്നു. അതിന് പിന്നിൽ ചില കോൺഗ്രസുകാരുമുണ്ട്. ഈ വാട്സാപ്പ് ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ളതിനകത്ത് ഞാൻ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഞാൻ മനസ്സിലാക്കിയ നാടകത്തിനകത്ത്, ഗൂഢാലോചനയ്ക്കകത്ത് കോൺഗ്രസുകാർ പോലും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് അതിൽ നിന്ന് ഇപ്പൊ ഞാൻ പറയില്ല നികേഷ്. തന്നെ രക്ഷപ്പെടുത്താമെന്ന മുഖ്യമന്ത്രി നേരിട്ട് അമ്മയെ വിളിച്ചു പറഞ്ഞതാണ്. എന്നാൽ കൊടുത്ത പണം പോലും തിരികെ തന്നില്ല. ഈ വിശ്വാസവഞ്ചനയിൽ മനംനൊന്താണ് സത്യങ്ങൾ ഇപ്പോൾ പറയുന്നതെന്നും സരിത ക്ലോസ് എൻകൗണ്ടറിൽ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ.